ഹായ് ഹലോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ 5:45 ആയപ്പോഴേ ഞാൻ ശ്രീയേട്ടനോട് റെഡിയായി നേരെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ പോകുന്നത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലേക്കാണ് കേട്ടോ. വണ്ടി വാങ്ങിച്ചിട്ട് ഇതുവരെ പൂജിച്ചില്ല. അപ്പോൾ ഞാൻ ലോക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഓടിച്ചൊന്ന് പഠിച്ചതേ ഉള്ളൂ. അപ്പോൾ റോഡിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ദൈവാനുഗ്രഹമൊക്കെ വാങ്ങി ഒന്ന് പൂജിച്ച ശേഷം ഇറങ്ങാമെന്നുള്ള വിശ്വാസത്തോടു കൂടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ ചെന്നപ്പോഴത്തേനും നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ പെരുന്നാൾ ദിവസമാണ് പോയത് കേട്ടോ. അപ്പോൾ ചെന്നപ്പോഴത്തേനും എന്തോ പൂജ നടക്കുന്നതുകൊണ്ട് തന്നെ അകത്തോട്ട് ആരെയും കയറ്റിയില്ല. അങ്ങനെ കുറേ നേരം ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം നിന്ന് ബോറടിച്ചപ്പോൾ പിന്നെ നമ്മൾ സെൽഫിയും വീഡിയോ ഒക്കെ എടുത്തു. അവിടെ കുറേ നേരം അങ്ങ് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആളിനെയൊക്കെ അകത്ത് കയറ്റി വിട്ടു. അപ്പോൾ കയറ്റി വിടാറായപ്പോൾ ഞങ്ങൾ പോയൊരു കറുകമാലയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറുകമാലയും വാങ്ങി തേങ്ങയൊക്കെ ഉടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൊട്ടാരക്കര പോയാൽ മസ്റ്റായിട്ട് നമ്മൾ വാങ്ങുന്നതാണല്ലോ ഉണ്ണി. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു 5-6 പാക്കറ്റ് അങ്ങ് ഒരുമിച്ച് അങ്ങ് വാങ്ങും. അങ്ങനെ വണ്ടിയുടെ ചാവിയെല്ലാം പൂജിച്ച് തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും നല്ല പൊരിഞ്ഞ വിശപ്പ് കേട്ടോ. അപ്പോൾ കിട്ടിയ ഉണ്ണിയപ്പത്തിൽ നിന്ന് 1-2 എടുത്ത് ഞാനങ്ങ് വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ അടുത്തുള്ളൊരു കടയിലോട്ട് കയറിയപ്പോഴത്തേനും നല്ലൊരു ഗണപതിയുടെ ഒരു കീ ചെയിൻ കിട്ടി കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ചാവിയിലിടാമെന്ന് കരുതി അതും വാങ്ങിച്ച് ഉണ്ണിയപ്പവും തിന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഒരു ചേച്ചി ലോട്ടറി വിൽക്കുന്ന ആരെ കണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഭർത്താവിന് ഭാഗ്യ പരീക്ഷണം നടത്തണം. അങ്ങനെ 2 ലോട്ടറി എടുത്തു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ അങ്ങ് തിരിച്ച് പോകാനായിട്ടൊക്കെ ഇറങ്ങി കേട്ടോ. അപ്പോൾ വണ്ടിയിൽ നമ്മൾ പൂജിച്ച കറുകമാലയും കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കെട്ടിയിട്ട് ദൈവത്തിനെ എല്ലാം മനസ്സിൽ ധ്യാനിച്ച് തിരിച്ച് പോകുന്ന വഴിക്ക് ഓയൂരൊട്ട് കല്ലുവാതുക്കൽ വരെ ശ്രീയേട്ടനെ ലോഡ് വെച്ച് ഞാൻ എന്തായാലും വണ്ടി ഓടിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ലോഡ് വെച്ച് ഓടിക്കാനും. പക്ഷേ ബാക്കിലൊരാൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഓടിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഉണ്ണിയപ്പം എല്ലാം പാക്കറ്റൊക്കെ പറക്കി വെച്ചു. ഞങ്ങൾ വീതിച്ച് വെച്ചു കേട്ടോ. ആർക്കൊക്കെ കൊടുക്കാനുള്ളതാണെന്നൊക്കെ വീതിച്ചൊക്കെ വെച്ചിട്ട് ഞാനും 2-3 ഉണ്ണിയപ്പം ഒറ്റയടിക്ക് പറക്കി വായിലിട്ടോട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന മുമ്പേ ഉണ്ണിയപ്പം 2-3 എണ്ണം കഴിച്ചു. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.